ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ശ്രീമദ് ഭാഗവതം സ്കന്ധം 10 പരമാശ്രയം പരമശ്രേയസ്, അധ്യായം 15 ധേനുകാസുരവധം, ശ്ലോകങ്ങൾ 24 മുതൽ 27 വരെ. ശ്ലോകം 24. തസ്മാൻ കൃതനരാഹാരാ ഭീതിർനൃഭിർ അമിത്രഭാൻ ന സേവ്യതേ പശുഗണൈഃ പക്ഷിസംഗേ വിവർജിതം. തസ്മാൻ കൃതാം നരാഹരാ ഭീതിർനൃഭിർ അമിത്രഭാൻ ന സേവ്യതേ പശുഗണൈഃ പക്ഷിസംഗേ വിവർജിതം. തസ്മാത് കൃതാ നരാഹരാ ഭീതൈർനാഭിർഅമിത്രഭാൻ ന സേവ്യതേ പശുഗണൈഃ പക്ഷിസംഗേ വിവർജിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്മാത് കൃത നരാഹാരാത് ഭീതൈർനിർഭിരമിത്രഹൻ സസേവ്യതേ സ്വശുഗണൈ പക്ഷിസംഗൈർവിവർജിതം. പദാനുപദാർത്ഥം. തസ്മാത് അവനിൽ നിന്ന്, കൃതനര ആഹാരാത് മനുഷ്യരെ ഭുജിച്ച, ഭീതൈ ഭയപ്പെട്ട, നിർഭി മനുഷ്യരാലും, അമിത്രഹൻ അല്ലയോ ശത്രു സംഹാരക, ന സേവ്യതേ സേവിക്കപ്പെടുന്നില്ല, പശുഗണൈ മൃഗസമൂഹങ്ങളാലും, പക്ഷിസംഗൈ പക്ഷിക്കൂട്ടങ്ങളാലും, വിവർജിതം ഉപേക്ഷിക്കപ്പെട്ടു. വിവർത്തനം. ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഈ ധേനുകാസുരൻ മനുഷ്യരെ ജീവനോടെ ആഹരിക്കുന്നവനാണ്. ആകയാൽ മനുഷ്യരും മൃഗങ്ങളും തലവനത്തിൽ കടക്കാൻ ഭയപ്പെടുന്നു. അല്ലയോ ശത്രു സംഹാരക, പക്ഷികൾ പോലും ആ വഴി പറക്കാൻ ധൈര്യപ്പെടാതെ അവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഭാവാർത്ഥ ശ്രീല ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീകൃഷ്ണന്റെയും ശ്രീ ബലരാമന്റെയും കൂട്ടുകാരായ ഗോപബാലന്മാർ ഇരു സഹോദരങ്ങളെയും ഉടനെ താലവനത്തിലേക്ക് പോയി കഴുത രൂപത്തിലുള്ള ആ അസുരനെ കൊല്ലാനായി പ്രേരിപ്പിച്ചു. മാത്രമല്ല അവർ ഈ സഹോദരന്മാരെ അമിത്രഹൻ, ശത്രുഹന്താവ് എന്ന് സംബോധന ചെയ്യുകയും ചെയ്യുന്നു. പരമദിവ്യോത്ത പുരുഷന്റെ ശക്തിയെക്കുറിച്ച് നിർവൃതികരമായ ധ്യാനത്തിൽ ആയതിനുശേഷം അവർ ഇങ്ങനെ ഒരു യുക്തി കണ്ടുപിടിച്ചു. ഭഗനെയും അഗനെയും പോലുള്ള ഭീകരന്മാരായ അസുരന്മാരെ പോലും ശ്രീകൃഷ്ണൻ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ വൃന്ദാവനത്തിന്റെ പൊതുശത്രുക്കളിൽ ഒന്നാമനായ ഈ നിന്യനായ ധേനുകൻ എന്നു പേരുള്ള കഴുതയ്ക്ക് എന്താണൊരു പ്രത്യേകത? ശ്രീകൃഷ്ണ ബലരാമന്മാർ അസുരന്മാരെയൊക്കെ വധിച്ചു കഴിഞ്ഞാൽ വൃന്ദാവനത്തിലെ ഭക്തജനങ്ങൾക്ക് താലവനത്തിലെ പഴങ്ങളൊക്കെ രുചിക്കാമല്ലോ എന്നായിരുന്നു ഗോപബാലന്മാരുടെ ചിന്ത. അതുകൊണ്ടാണ് ഗർദഭദാസുരന്മാരെ വധിക്കാൻ ശ്രീരാമകൃഷ്ണന്മാരോട് അപേക്ഷിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 25. വിദ്യന്തേ അഭുക്തപൂർവാണി ഫലാനി സുരഭീനി ച ഏഷ വൈ സുരഭിർഗന്ധോ വിഷൂചിനോ അവഗൃഹതേ. വിദ്യന്തേ അഭുക്തപൂർവാണി ഫലാനി സുരഭീനി ച ഏഷ വൈ സുരഭിർഗന്ധോ വിഷൂചിനോ അവഗൃഹ്യതേ. വിദ്യന്തേ അഭുക്തപൂർവാണി ഫലാനി സുരഭീനി ച ഏഷ വൈ സുരഭിർഗന്ധോ വിഷൂചിനോ അവഗൃഹ്യതേ. പ്രഭു. ഹരേ കൃഷ്ണ. പദാനുപദ വിവർത്തനം. വിദ്യന്തേ ഉണ്ട്, അഭുക്തപൂർവാണി പണ്ട് ഭുജിച്ചിട്ടില്ലാത്ത, ഫലാനി പഴങ്ങൾ, സുരഭീണി സുഗന്ധമുള്ളവയും, ച
ഏഷ ഈ, വൈ തീർച്ച, സുരഭി സുഗന്ധമുള്ള, ഗന്ധ വാസന, വിഷുചീന എങ്ങും പരക്കുന്ന, അപഗൃഹ്യത ലഭിക്കുന്നത് അനുഭവപ്പെടുന്നു. വിവർത്തനം ശീല പ്രഭുപാദ് കി ജയ്. ഇതുവരെ ആരും രുചിച്ചിട്ടില്ലാത്തതും സുഗന്ധമുള്ളതുമായ പഴങ്ങൾ താലവനത്തിലുണ്ട്. ഇപ്പോൾ പോലും എങ്ങും പരക്കുന്ന സുഗന്ധത്തോടു കൂടിയ ആ പഴങ്ങളുടെ വാസന നമുക്ക് അനുഭവിക്കാം. ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് കി ജയ്. വൃന്ദാവന പ്രദേശത്തെങ്ങും മഴയെ നയിച്ചു വന്ന ഒരു കിഴക്കൻ കാറ്റാണ് താലവൃക്ഷങ്ങളുടെ പഴങ്ങളുടെ സുഗന്ധം വഹിച്ചു വന്നതെന്ന് ശ്രീധരസ്വാമി പറയുന്നു. ഭാദ്രമാസത്തിലാണ് സാധാരണ കിഴക്കൻ കാറ്റ് വീശാറുള്ളത്. അപ്പോൾ താലഫലങ്ങൾ വളരെ നന്നായി വിളഞ്ഞ് പഴുത്തിട്ടാവുമെന്ന് ഇങ്ങനെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല ബാലകർക്ക് പഴങ്ങളുടെ സുഗന്ധം അനുഭവപ്പെട്ടു എന്ന വസ്തുത താലവനം വളരെ അടുത്തായിരുന്നുവെന്നും സൂചിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നെക്സ്റ്റ് 26. പ്രയച്ഛതാനീന കൃഷ്ണാം ഗന്ധലോഭിതചേതസാം വാഞ്ചാസ്തി മഹതീ രാമാം ഗമ്യതാം യദി രോചതേ. പ്രപച്ഛതാനീന കൃഷ്ണാം ഗന്ധലോഭിതചേതസാം വാഞ്ചാസ്തി മഹതീ രാമാം ഗമ്യതാം യദി രോചതേ. പ്രയച്ഛതാനീന കൃഷ്ണാം ഗന്ധലോഭിതചേതസാം വാഞ്ചസ്തി മഹതീ രാമാം ഗമ്യതാം യദി രോചതേ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രയച്ഛിതാനീന കൃഷ്ണ ഗന്ധലോഭിത ചേതസ വാഞ്ചാസ്തി മഹതീരാമ ഗമ്യതാം യദി രോചതേ. പദാനുപദാർത്ഥം പ്രയച്ഛ ദയവ് ചെയ്ത് നൽകിയാലും താനി അവയെ ഞങ്ങൾക്ക് കൃഷ്ണ ഹേ കൃഷ്ണ ഗന്ധലോഭിത ചേതസാം ഗന്ധത്താൽ മോഹിച്ച മനസ്സോടുകൂടിയവരായ വാഞ്ച ആഗ്രഹം അസ്തി ഉണ്ട് മഹതി അധികമായ രാമ അല്ലയോ ബലരാമ ഗമ്യതാം പോകാം യതി എങ്കിൽ രോചതേ ഇഷ്ടമാകുന്നുവെങ്കിൽ. വിവർത്തനം അല്ലയോ ശ്രീകൃഷ്ണ ദയവ് ചെയ്ത് ആ പഴങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാക്കി തരിക. ആ സുഗന്ധം ഞങ്ങളുടെ മനസ്സുകളെ അത്ര വശീകരിച്ചിരിക്കുന്നു. പ്രിയ ശ്രീ ബലരാമ ആ പഴങ്ങൾക്കായുള്ള ഞങ്ങളുടെ ആഗ്രഹം അത്ര വലുതാണ്. ഇത് ഒരു നല്ല ആശയമായി താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് താലവനത്തിലേക്ക് പോകാം. ഭാവാർത്ഥം ശ്രീ എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീലാ പ്രഭുപാദ് മഹാരാജ് കി ജയ് ഹോ. മനുഷ്യനോ മൃഗത്തിനോ പക്ഷിക്കോ താലവനത്തിൽ സമീപത്തേക്ക് പോലും പോകാൻ കഴിയില്ല. പക്ഷേ ശ്രീകൃഷ്ണ ബലരാമന്മാർക്ക് പ്രയാസമന്യേ പാപികളായ ഗർഭദാ അസുരന്മാരെ വധിക്കാനും രുചികരങ്ങളായ താലഫലങ്ങൾ കൈക്കലാക്കാനും കഴിയുമെന്ന് ഗോപബാലന്മാർ വിശ്വസിച്ചു. അത്രയ്ക്ക് വിശ്വാസം കൃഷ്ണ ബലരാമന്മാരിൽ അവർക്കുണ്ടായിരുന്നു. ശ്രീകൃഷ്ണന്റെ മിത്രങ്ങളായ ഗോപബാലന്മാർ അതിശ്രേഷ്ഠരും ആത്മസാക്ഷാത്കാരം നേടിയവരുമായ മഹാത്മാക്കളാണ്. അവർക്ക് മധുര ഫലങ്ങളോട് അത്യാർത്തിയൊന്നും ജനിക്കുകയില്ല. യഥാർത്ഥത്തിൽ അവർ ഭഗവാനോട് തമാശ പറയുകയും ലീലകളെ പ്രോത്സാഹിപ്പിക്കുകയും താലവനത്തിൽ പണ്ടുണ്ടായിട്ടില്ലാത്ത ധീരപ്രവൃത്തികൾ അവതരിപ്പിക്കാൻ ഉത്സാഹപ്പെടുത്തുകയുമായിരുന്നു. വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യമുള്ള കാലത്ത് അവിടുത്തെ ഉദാത്തമായ അന്തരീക്ഷം കലുഷമാക്കാൻ അസംഖ്യം അസുരന്മാരെ തീരുന്നു. അവരെയൊക്കെ നിത്യേന അരങ്ങേറുന്ന ഒരു കലാപരിപാടി പോലെ ശ്രീകൃഷ്ണൻ വധിക്കുകയും ചെയ്തു. അനേകം അസുരന്മാരെ കൃഷ്ണ ഭഗവാൻ വധിച്ചു കഴിഞ്ഞതിനാൽ ഇക്കുറി ധേനുകാസുരനെ വധിച്ച് കീർത്തി നേടാൻ ഭഗവാൻ ജ്യേഷ്ഠനായ ശ്രീ ബലരാമനെ നിയോഗിച്ചു. യദി രോചതേ എന്ന വാക്കിനാൽ ഗോപബാലന്മാർ സൂചിപ്പിക്കുന്ന ഇതാണ്: തങ്ങൾക്ക് വേണ്ടി മാത്രം ശ്രീകൃഷ്ണ ബലരാമന്മാർ അസുരന്മാരെ കൊല്ലേണ്ടതില്ല. ഈ ആശയം തൃപ്തികരമെന്നവർക്ക് തോന്നിയാൽ മാത്രം ചെയ്താൽ മതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 27. ഏവം സുഹൃദ്വചഃ ശ്രുത്വാ സുഹൃത്പ്രിയാ ചികീർഷയാ പ്രഹസ്യ ജഗ്മദുർഗോപേ മൃദൂതാളവനം ഭജോ പ്രഭു. ഏവം സുഹൃദ്വചഃ ശ്രുത്വാ സുഹൃത്പ്രിയാ ചികീർഷയാ പ്രഹസ്യ ജഗ്മദുർഗോപേ മൃദൂതാളവനം പ്രഭു. ഏവം സുഹൃദ്വചഃ ശ്രുത്വാ സുഹൃത്പ്രിയാ ചികീർഷയാ പ്രഹസ്യ ജഗ്മദോ ഗോപേ മൃദോ താലവനം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം ഏവം ഇപ്രകാരം സുഹൃത് വചഃ സുഹൃത്തുക്കളുടെ വാക്കുകൾ ശ്രുത്വ കേട്ടിട്ട് സുഹൃത് പ്രിയ ചികീർഷയ സുഹൃത്തുക്കൾക്ക് പ്രിയമായതുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിച്ചു
പ്രഹസ്യ ചിരിച്ചിട്ട്, ജഗ്മതുഹു അവർ രണ്ടുപേരും പോയി. ഗോപൈഹി ഗോപന്മാരാൽ, വൃതൗ ചുറ്റപ്പെട്ട്, താലവനം താലവനത്തിലേക്ക്, പ്രഭു ഈശ്വരന്മാരിരുവരും. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. പ്രിയ സുഹൃത്തുക്കളുടെ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീകൃഷ്ണ ബലരാമന്മാർ ചിരിച്ചിട്ട് കൂട്ടുകാരെ സന്തോഷിപ്പിക്കുവാൻ ആഗ്രഹത്തോടെ അവരാൽ ചുറ്റപ്പെട്ട് താലവനത്തിലേക്ക് പോയി. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഒരു വെറും കഴുത എങ്ങനെയാണ് ഇത്ര അപ്രതിരോധ്യനാവുക എന്ന് ചിന്തിക്കുകയായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. എന്നിട്ട് അദ്ദേഹം കൂട്ടുകാരുടെ അപേക്ഷ കേട്ട് ചിരിച്ചു. കപിലമുനി ശ്രീമദ് ഭാഗവതത്തിൽ 3.28.32 പറയുന്നു, ഹാസം ഹരേർ അവനാഥഖില ലോക തീവ്ര ശോകാശ്രു സാഗര വിശോഷണം അത്യുദാരം. പരമപുരുഷനായ ഹരിയുടെ പുഞ്ചിരിയും ചിരിയും അതിശ്രേഷ്ഠമാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ അടിപണിയുന്നവരുടെ ഭൗതിക ലോക വ്യഥകൾ മൂലമുണ്ടാകുന്ന കണ്ണീർ കടൽ ആ പുഞ്ചിരി വറ്റിച്ചുകൊള്ളു എന്നർത്ഥം. അങ്ങനെ തങ്ങളുടെ മിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീ ബലരാമദേവനും പുഞ്ചിരി തൂവുകയും അപ്പോൾ തന്നെ അവരോടൊപ്പം താലവനത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുർമേലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം നിരൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശിവിഷാദാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശിവാശമാനവീ ദേവി ദൈത്യായ കൃതാബ്ദേ കൃഷ്ണസമ്പന്ന വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജല പ്രേമാഢ്യ രൂപാനുഗാ ഭക്തിദാ ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനധാരിണേ രൂപാനുഗാ വിരുധാവസിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ കീർത്തീശ്വരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തേ വിപ്രലംബ സാംബോധി പാദാംബുജേ തേ നമഃ. ഭക്തി വിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗാവരായ തേ. ഗൗരാവിർഭൂമേസ്തം നിർദ്ദിഷ്ടാ സജ്ജന പ്രിയാ വൈഷ്ണവ സാർവഭൗമ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ ഏഷായ ഘോഷായ കൊരിജൻ ബന്ധൻ ജഹാമോത്തെ വിജ്ഞാനാസ് അഭീഷ്ടപൂരൻ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരത്വിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിയം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോവേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. ജയതാം സനദോ പങ്കോ മമ മന്ദമദേ ഗതേ മത്സർവസ്വദാംബോജോ രാധാ മദനമോ. വിദ്യാവൃന്ദാരണ്യ കൽപദ്രുമദാ ശ്രീമദ്നാഗര സിംഹാസനസ്ഥോ ശ്രീമദ്രാധാ ശ്രീരഗോവിന്ദദേവോ പ്രേഷ്ഠാലിഭി സേവ്യമാനോ സ്മരാമി. ശ്രീമൻ രാസരസാരംഭി വംശീവട തടസ്ഥിതഃ കർഷൻ വേണുസുനൈർഗോപീ ഗോപിനാഥശ്രീയേതുന. കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ.
जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे। तस्मात् कृतनरहारा भेदे निर्भिरमित्रहन् न सेविदे पशुगणैः पक्षिसङ्गे वर्जितम्। The demon Denuga has eaten many life, and therefore all the people and animals are terrified of going to a Kala forest. Oh, kill our enemy! Even the birds are afraid to fly there. ധേനുകാസുര വധ ലീല വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് ശിവദേജി ഗോസ്വാമി. ഗോപന്മാർക്ക് താളപ്പഴം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അവരാഗ്രഹം വെറും കഴിക്കാനുള്ള ഉദ്ദേശത്തിലല്ല, കൃഷ്ണനെ സമർപ്പിക്കണം, പിന്നെ കൃഷ്ണനെ സേവ ചെയ്യാനുള്ള അവസരമാണത്. പിന്നെ കൃഷ്ണന് പാസ്റ്റ് ടൈമിൽ കാണാൻ ചെയ്യാം. എന്താണ് പാസ്റ്റ് ടൈം? വരാൻ പോണേയുള്ളൂ. കാരണം സാധാരണ തളവനല്ല അത്. അവിടെ നിറയെ മരങ്ങളുണ്ട്, നിറയെ പഴുത്ത പനമങ്ക് ഇങ്ങനെ കൊലകൊലയായിട്ട് ഇങ്ങനെ ഓരോ വൃക്ഷത്തിലിങ്ങനെ തിങ്ങി വിങ്ങിരിക്കുന്നുണ്ട്. കൂടാതെ താഴെയും കുറെ വീണ് കിടക്കുന്നുണ്ട്, നല്ല പഴുത്ത സാധനങ്ങൾ. അങ്ങനെ പോയി എടുത്തൂടെ ആൾക്കാർക്ക്? എന്തൊക്കെ പ്രശ്നം? ഇങ്ങനെ വെറുതെ പഴുത്ത് വേസ്റ്റ് ആയതിൻ്റെ ആവശ്യം. പക്ഷെ അതിനുള്ളിൽ കിടക്കാൻ പറ്റില്ല, അതാ പ്രശ്നം. തളവനത്തിന് ഉള്ളിലേക്ക് പ്രവേശനമില്ലാത്ത ഒരാൾക്കും പറ്റില്ല. മനുഷ്യർക്കും മൃഗങ്ങൾക്കും പറവകൾക്കും ആർക്കും പറ്റില്ല. അതെന്താ കാര്യം? അവർ വലിയൊരു രാക്ഷസുണ്ട്, ധേനുകാസുരൻ ഉണ്ട്. കഴുത രൂപത്തിലുള്ള ആസുരനാണ്. ആ ആസുരനാണ് അദ്ദേഹം. വളരെ ഫെറോഷ്യസ്, അത്രയധികം അതായിട്ടുള്ള അസുരനാണ്. കഴുത രൂപത്തിൽ വന്ന് നിൽക്കുന്നത്. അപ്പോ കഴുത രൂപത്തില് ഉള്ള കുറേയധികം വേറെ അസുരന്മാര് ഇയാളുടെ സഹായികളായിട്ട് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കിടക്കാൻ വലിയ പാടാണ്. ഗോപന്മാർക്ക് ഇത് കഴിക്കണമുണ്ട്. എല്ലാവരുടെയും പൊതു സ്വത്താണ്. ഒരാൾ മാത്രം ഇങ്ങനെ അടക്കി വെച്ചാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ അവർ വലിയ വിപ്ലവം ഉയർത്തുകയാണ് അവിടെ. അപ്പൊ അതിനുവേണ്ടി ഒറ്റ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൃഷ്ണൻ ബലരാമ സാധാരണ ആൾക്കാരല്ല. അവര് കുട്ടിക്കാലം മുതൽ തന്നെ അവരുടെ ഹോബിയാണ് അസുരന്മാരെ കൊല്ലുക എന്നുള്ളത്. ധാരാളം അസുരന്മാരെ കൊന്നിട്ടുണ്ട്. പിന്നെ അത്ഭുത ലീലകൾ പ്രകടിപ്പിക്കാൻ യാതൊരു വിഷമമില്ലാത്ത ആൾക്കാരാണ്. എളുപ്പം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. ബ്രഹ്മാവിൻ്റെ ആ അഹങ്കാരം തീർത്തു കൊടുത്തു കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണൻ എന്നുള്ള സുപ്രീം പേഴ്സണാലിറ്റി എന്ന് ഇവർക്ക് അറിയാം അബോധത്തിൽ. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ അതിനുശേഷം കൃഷ്ണൻ അത് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഭ്രമായി, സംഭ്രമായി. അയ്യോ, എൻ്റെ കൃഷ്ണന് പറ്റും. അപ്പോൾ അവിടെ ആ മാധുര്യഭാവം വരും. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഒരു വീരരസം വരുമ്പോൾ അപ്പോൾ അവര് കൃഷ്ണൻ ബലരാമനും നിങ്ങൾ മഹാപരാക്രമശാലിയാണ്, കൈ ഇരുമ്പൂഷ്ടിയുള്ള ആൾക്കാരാണ്, അങ്ങനെ ശത്രുസംഹാരകനാണ്, അതെല്ലാം പറഞ്ഞിട്ട് കൃഷ്ണനെയും ബലരാമനെയും ഇങ്ങനെ തള്ളിവിടുകയാണ് ഒരു വഴിയിൽ. അപ്പോൾ ഇവിടെ തളവനാണ്. തളവനത്തിൽ ഇങ്ങനെ നിറയെ പഴുത്ത പഴങ്ങളുണ്ട്. അതെങ്ങനെയും കരസ്ഥാക്കണം. പക്ഷേ ധനുകാസനുള്ളിടത്തോളം കാലം അത് നടക്കില്ല. അപ്പോൾ ധനുകാസനെ അവിടെ നിന്ന് തുരത്തണം, വധിക്കാനേ. അപ്പോൾ അതിന് പ്ലാനിട്ടൊക്കെ ഇവർ പറയണം. പിന്നെയും കൃഷ്ണബലരാമന്മാരുടെ അജിജ്ഞാസനയുടെ വീര്യരസം കൂട്ടാനായിട്ട് ഇങ്ങനെ പറയണം. എല്ലാ മൃഗങ്ങൾക്കും എല്ലാ സാധാരണ ആൾക്കാർക്കും ദേവന്മാർക്ക് പോലും തളവനത്തിൽ കിടക്കാൻ ഭയങ്കര പ്രശ്നമാണ്. പക്ഷികൾ വരെ അതിൻ്റെ മുകളിൽ കൂടെ പറക്കില്ല. പക്ഷികൾ പറഞ്ഞില്ല,
മറ്റേ മൃഗങ്ങളെങ്കിലും താഴെ കൂടെ പോകേണ്ടി വരും, ശരിയാണ്. അപ്പോൾ അവരെ അസുരന്മാർ പിടിച്ചു കെട്ടും, അല്ലെങ്കിൽ പിടിച്ച് തിന്നും. പക്ഷെ പക്ഷികൾക്ക് എന്താ പ്രശ്നം? പക്ഷികൾ വറ ഉയർത്തും. ആ വറ ഉയർത്ത് പോയാലും ശരി ഇവർക്ക് അവരെ പിടിക്കാൻ പറ്റുന്നതാണ്. തളവാനത്തിൻ്റെ മുകളിൽ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ പിടിക്കും. അതെല്ലാം സജ്ജീകരണങ്ങളും അതെല്ലാം കഴിവുകളും അവരുടെ ഉണ്ട്. അതുകൊണ്ടാണ് ഭയങ്കര ടെറസായി വൃന്ദാവനം ഡേ 1 തൊട്ട് വൃന്ദാവനം അവർ വന്നതിന് ശേഷം വൃന്ദാവനത്തിന് ഇങ്ങനെ വിറപ്പിച്ച് നിൽക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം. കംസൻ അയക്കണു, ആ ഒരു ദിവസം നിൽക്കണു, ആ ദിവസം തന്നെ കൃഷ്ണൻ അനുഗ്രഹിക്കപ്പെട്ട് തിരിച്ചു പോകണം. ദിവസങ്ങളുടെ പ്രശ്നം വരുന്നില്ല അവിടെ. പക്ഷെ ഇവിടെ കാലാകാലങ്ങളായിട്ട് കുറേ കാലമായിട്ട് ഈ സുരൻ ധേനുകാസൻ അടക്കി വരികയാണ്. വൃന്ദാവനത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ അടക്കി വരികയാണ്. ആർക്കെനിക്ക് പ്രവേശനമുണ്ടേ. പ്രവേശിച്ചാൽ പിടിച്ച് തിന്ന സ്വഭാവം. വെറുതെ കൊല്ലില്ലേ, കൊന്ന ശേഷം തിന്നും ചെയ്യും. അങ്ങനെ ഒരു ഡിമാൻഡ് അത്. അത് കാരണം സകല ആൾക്കാർക്കും അതിലേക്ക് പോകാൻ പേടിയാണ്. അപ്പോൾ ഇവിടെ ഗൗരന്മാരെ കൃഷ്ണനെ അമിത്രഹൻ കില്ലർ ഓഫ് ദ എനിമി. മിത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരൻ, ഫ്രണ്ട്. അമിത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് അല്ലാത്ത ആള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രു. അപ്പൊ അമിത്രഹൻ അസുരന്മാരെ വധിക്കുന്നു എന്നർത്ഥം. അപ്പോ അവർക്ക് ഒരു ചെറിയ ഇതുണ്ടായിരുന്നു, കൃഷ്ണനെ ഒറ്റയ്ക്ക് തള്ളിടാൻ പാടുമോ? നമ്മുടെ സമപ്രായക്കാരനല്ലേ, പരാക്രമം കാണിച്ചാൽ ശരിയാണ്. അന്ന് ഇത്രയും വലിയ പരാക്രമിയായിട്ടുള്ള എൻ്റെ മുമ്പിലേക്ക് കൃഷ്ണൻ എങ്ങനെ വിടാൻ പറ്റും? അപ്പോൾ അവര് നല്ല ധാരാളം അസുരന്മാരെ, ധനുകാസുരന്മാരെ ധാരാളം അസുരന്മാരെയും കൃഷ്ണൻ കൊന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ധനുകാസുരൻ കൃഷ്ണൻ വലിയ പ്രശ്നമാവില്ല. അപ്പോൾ എന്താണ് ഒരു പ്രശ്നം? അപ്പോൾ ഗോപന്മാരുടെ വിചാരിക്കാൻ ചെയ്യാൻ ഒരു പ്ലാൻ സജ്ജീകരിച്ചത് ഇവിടുത്തെ മുഴുവൻ ആൾക്കാരെ ഓടിച്ചതിന് ശേഷം തളവനം മുഴുവൻ അവരുടെ കയ്യിലാവും. അപ്പോൾ സകല ആൾക്കാർക്കും, വൃന്ദാവനത്തിരിക്കുന്ന സകല വാസികൾക്കും ഇവിടെ വന്ന് വനത്തിൽ വന്ന് സുഖമായിട്ട് ഈ താലിപ്പഴങ്ങൾ കഴിക്കാം. അപ്പം അങ്ങനെ ഉദ്ദേശത്തിലാണ് ഇയാളെ തുരത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഉദ്ദേശം അതാണ്. അപ്പോൾ ഇതുകൂടാണ്ട് സാധാരണ താലിപ്പഴങ്ങൾ വേറെയും അനവധി പഴങ്ങൾ, വിശിഷ്ടമായിട്ടുള്ള പഴങ്ങൾ വേറെയുണ്ട്. വിദ്യന്തേ ഭുക്തപൂർവാണി ഫലാനി സുരഭീനി ച ഏഷ വൈ സുരഭി ഗന്ധോ വിഷീജിനോ വാച്ചിനോ vargyade. In the Tala forest are sweet-smelling fruits no one has ever tasted. Indeed, even now we can smell the fragrance of lila fruits spreading all around. Fragrance of Tala fruits spreading all around. താളവനത്തില് ഇതുവരെ ആൾക്കാർ ടേസ്റ്റ് ചെയ്യാത്ത പല പല വിശേഷമായിട്ടുള്ള പഴങ്ങളുണ്ട് അവിടെ. ധനുകാസുരനുള്ളിടത്തോളം ആർക്കും എനിക്ക് കിടാൻ പറ്റില്ല. അപ്പോൾ അവിടെ ആ പഴങ്ങളെ മുഴുവൻ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ബുദ്ധിമുട്ട്. അത്രയും ഫ്രാഗ്രൻസ്, അത്രയധികം മണമുള്ള താളിപ്പഴമാണ്. കൂടാതെ വേറെ കുറെ ഫ്രൂട്ട്സും ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ടേസ്റ്റ് ഇത്ര വരാൻ കാരണം? അപ്പോൾ ശ്രീധരസ്വാമി പുറപ്പെട്ടിൽ പറയുന്നുണ്ട്, ശിവപ്രഭാത് ശിവന്റെ ശിഷ്യന്മാരെ കൂട്ടിയിരുന്നു. അക്കോർഡിംഗ് ടു ശ്രീധരസ്വാമി, ഈ സ്വീറ്റ് ഫ്രാഗ്രൻസ് ഓഫ് ദ ഫ്രൂട്ട്സ് അനുഭവിക്കുന്നത് പടിഞ്ഞാറൻ ഈസ്റ്റേൺ കിഴക്കൻ കാറ്റ്.
കിഴക്കൻ കാറ്റ് ഭദ്രമാസത്തിലും കൂടുതലുണ്ടാവുക. കിഴക്കൻ കാറ്റ് നമുക്കറിയാം നമ്മുടെ ഭാഗത്ത് വരുന്ന ഈ മാസങ്ങളിലെല്ലാം വരുന്നത് ഏതാണ്? വടക്ക് പടിഞ്ഞാറ് അല്ലേ? വടക്ക് പടിഞ്ഞാറെന്നാണ് വരുന്നത്. ഇത് നമ്മുടെ സഹാറ ആ ഡെസേർട്ട്, ഗോവി ഡെസേർട്ട് കഴിഞ്ഞ് പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന്, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സൈഡിൽ നിന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ കാറ്റ് വരുന്നത് ഈ മാസങ്ങളിലാണ്. വെസ്റ്റേൺ സൈഡ്, നോർത്ത് വെസ്റ്റേൺ. അതേസമയത്ത് തുലാവർഷയ്ക്ക് ആകുമ്പോൾ അത് സൗത്ത് ഈസ്റ്റേൺ സൈഡിൽ നിന്ന് വരിക. നമ്മുടെ മോൺസൂൺ അങ്ങനെ രണ്ട് കാര്യമാണ്. ഒന്ന് ആദ്യത്തെ ഈ ഇപ്പം നടക്കുന്ന മുതൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും, തുലാവർഷ സമയത്ത് ഒക്ടോബർ മാസങ്ങളെല്ലാം സദേൺ ഈസ്റ്റേൺ, തെക്ക് കിഴക്ക്. അതിന് കേരളത്തിന് 4 ഡയറക്ഷൻസ് നിന്നുള്ള കാറ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഫലമാണ് ഇവിടെ മഴയെല്ലാം നന്നായിട്ട് പെയ്യുന്നത്. അതേസമയം ചില വൃന്ദാവനത്തിലേക്കും കിഴക്ക് പറഞ്ഞ വരവെണ്ണ അത് ഭയങ്കര ടേസ്റ്റ് കൂട്ടുന്നു എന്നാണ് പറയുന്നത്. മധുരം കൂടുന്നത് ഈ കാറ്റ് കൊണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ കിഴക്കൻ കാറ്റ് സാധാരണ മധുരമാസത്തിലുണ്ട്. അത് വീശിക്കഴിഞ്ഞാൽ നല്ല പഴുത്ത മാങ്ങയുടെ അല്ലെങ്കിൽ മാമ്പഴത്തെ അല്ലെങ്കിൽ പനമുങ്കൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് വനങ്ങൾ മുഴുവൻ പരക്കും. അതുകൊണ്ടാണ് കുട്ടികൾക്ക് മനസ്സിലായത് തളവനം വളരെ അടുത്താണ്. തളവനത്തിൽ നമുക്ക് പോയിട്ട് ഈ പദ്ധതി പ്രകാരം എല്ലാം പറിച്ചെടുത്തിട്ട് നമുക്ക് തന്നെ എൻജോയ് ചെയ്യാം എന്നുള്ള ആഗ്രഹം ഗോപന്മാരെ അവതരിപ്പിക്കാനിവിടെ. അടുത്താണ് പ്രയക്ഷതാനിന കൃഷ്ണ ഗന്ധലോപിതചേതസാം വാഞ്ചസ്തി മഹതീ രാമാം ഗമ്യതാം യതി രോചതേ. O Krishna, please get those fruits for us. Our minds are so attracted by their aroma. Dear Balrama, our desire to have most of the fruits is very general. Most of the fruits is very great. If you think it's a good idea, let's go to that Tala forest. രണഭേരിയെല്ലാം മുഴക്കി എങ്ങനെയെങ്കിലും കിടക്കണം. ആ പഴങ്ങൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കണം, പറിച്ചെടുക്കണം. കാരണം അതിൻ്റെ ആ അരോമ, അതിൻ്റെ അതിനുള്ള വാസന എന്നുള്ളത് അത്രയധികം നമ്മുടെ നോസ്റ്റിൽസ്, നമ്മുടെ ദ്വാരത്തിലേക്ക് കയറിപ്പോവാണത്. അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതേപോലെ നമുക്കറിയാം കുമാരന്മാര് ഗുരുനാഥ വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വർണ്ണനയുണ്ട്. കുമാരന്മാര് പൊതുവെ മായാവാദി ഫിലോസഫാണ്. ഭ്രമാണത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവന് വൃന്ദാവനത്തിൽ കയറിയപ്പോ ഹലോ റിട്ടേൺ ഉണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ഉണ്ട്, റിട്ടേൺ ഉണ്ട്. സ്ഥലം ഇവിടെ ചന ബസാറിൽ, സ്റ്റാർ ഇൻഡസ്ട്രീസ്, വളപ്പായ സ്റ്റാർ ഇൻഡസ്ട്രീസ്. സ്റ്റാർ കഴിഞ്ഞിട്ട് വളഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ അമ്പലത്തിലേക്ക് എത്തും. ഒരു കളക്ഷൻ അതന്നെ പൈസ അതന്നെ. കാരണം ഇത് റിട്ടേൺ മാത്രമേ ഉള്ളൂ, വേറെ ബുക്ക് ഉണ്ടോ എനിക്കറിയില്ല. വല്ല ഉണ്ടോ? ഓർമ്മയില്ല. ശരി ശരി.
അപ്പോൾ കൃഷ്ണപരമാ അവരെ പ്രചോദിപ്പിക്കുകയാണ് അവർ. ഞങ്ങൾക്കിത് കഴിക്കണമെന്നുണ്ട്, ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നന്നായിട്ട് തോന്നുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരണം. അപ്പോൾ ഇവർക്ക് കൃഷ്ണനിലും ബലരാമനും അത്രയും വിശ്വാസമാണ്. അവർക്കറിയാം വൃതാന്തത്തിൽ ഒരാൾക്ക് പോലും എൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അറിയാം. എന്നാലും കൃഷ്ണനെയും ബലരാമനും ഇത്രയധികം വിശ്വാസങ്ങളുണ്ട്, അവർക്ക് ഈസി ആയിട്ട് ഈ പറഞ്ഞ അസുരന്മാരെ വധിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് തോന്നാം, അവർക്ക് ഇത്രയും ആഗ്രഹമുണ്ടോ, ഇത്രയും ഒരു രസമുണ്ടോ, അതിനുള്ള ടേസ്റ്റ് ഉണ്ടോ, ഇങ്ങനെ പഴങ്ങൾ കഴിക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണോ ഈ ഗോപന്മാർ? അപ്പോൾ ശീല ഇവിടെ പുറപ്പെട്ട് പറഞ്ഞ അല്ല, അങ്ങനത്തെ ആൾക്കാരല്ല അവർ കൃഷ്ണൻ അസോസിയേറ്റ്സ് ആണ്. അപ്പോൾ അവരുടെ ആനന്ദം മുഴുവൻ കൃഷ്ണനാണ്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു 3 തരത്തിലുള്ള ആനന്ദത്തിനെ പറ്റി പറയും. ജഡാനന്ദ, ആദ്യത്തെ ജഡാനന്ദ വെച്ചാൽ നമ്മുടെ ഈ ഗ്രൂസ് ബോഡി, അതിന് ആനന്ദം നൽകും, അതിന് ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം നൽകുന്ന സാധനങ്ങൾ. ഇപ്പം നമ്മളൊരു നല്ല മൃദുവായിട്ടുള്ള കിടക്കുകയാണെങ്കിൽ നമുക്ക് സ്പർശം ഉണ്ടാവും. അപ്പോൾ അത് തന്നെ ഭയങ്കര ആനന്ദം തരും നിങ്ങൾക്ക്. പക്ഷെ അത് എത്ര നിൽക്കും? 1 മണിക്കൂർ, 2 മണിക്കൂർ, വേണമെങ്കിൽ ഒരു 6 മണിക്കൂർ. അത് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ തോന്നും അവിടെ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇരിക്കും. അപ്പോൾ ആനന്ദം കഴിഞ്ഞു അതോടി. അങ്ങനെ പല പല ആനന്ദങ്ങൾ, ജഡ ആനന്ദമാണ്. കുറേ ആനന്ദമുണ്ട്. ഒരു പായസം കുടിച്ചു, ഒരു അരമണിക്കൂർ നേരത്തേക്ക് രസമുണ്ട്, അതിനുശേഷം. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്കും ഉണ്ടാകുന്ന ഈ ഗ്രൂസ് ബോഡി, അതിലുണ്ടാവുന്ന ആനന്ദം പുതിയ ജഡാനന്ദം. ജഡാന്ന് ചെയ്യുന്നതാണ് ശരിക്കും ലൈഫില്ലാത്ത അർത്ഥം. അങ്ങനൊരു ആനന്ദമാണ് ജഡാനന്ദം. രണ്ടാമത്തെ ബ്രഹ്മാനന്ദം എന്ന് പറയും. ബ്രഹ്മാനന്ദം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജഡമല്ല, നമ്മുടെ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. അങ്ങനെ ബ്രഹ്മസൗഖ്യം ത്വനന്തം, ബ്രഹ്മത്തിൽ വിശ്വസിക്കണം. ബ്രഹ്മത്തിൽ പ്രതിഷ്ഠനായിട്ട് ആത്മരാമന്മാരായിട്ട് അതിൽ രമിക്കുന്ന ആൾക്കാരാണ് ബ്രഹ്മാനന്ദികൾ എന്ന് പറയും. അതവരുടെ ആനന്ദം ബ്രഹ്മാനന്ദികൾ. മൂന്നാമത്തെ ആനന്ദമാണ് പ്രേമാനന്ദം. പ്രേമാനന്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രഹ്മനിൽ ഒരു വ്യക്തിത്വമുണ്ട്, അതിൽ ഒരു സംബന്ധമുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പ് നമ്മൾ മറന്നുപോയിട്ടുള്ള, നമ്മൾ നഷ്ടപ്പെട്ട ആ ബന്ധം തിരിച്ചു കൊണ്ടുവന്നിട്ട് ഭക്തിപൂർവമായിട്ടുള്ള സേനത്തോടെ തിരിച്ചു വന്ന് എന്നിട്ട് അത് റിവൈവ് ചെയ്ത്, ആ ബന്ധം റിവൈവ് ചെയ്ത് പിന്നെ ഉണ്ടാവുന്ന ആനന്ദം പറഞ്ഞാൽ ഏറ്റവും പരമമായിട്ടുള്ള ആനന്ദം. അതിന് നമ്മൾ പ്രേമാനന്ദം പറയും. ഗോപന്മാര് എപ്പോഴും പ്രേമാനന്ദത്തിലിരിക്കുന്നതാണ്. അവരൊരിക്കും ജഡാനന്ദവും ബ്രഹ്മാനന്ദവും ഉണ്ടായിട്ടില്ല അവർ. കാരണം അവർ കൃഷ്ണന്റെ അസോസിയേറ്റ്സ് ആണ്. അവരവിടെ തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവര് ആയിരിക്കും ഇറങ്ങി കൃഷ്ണനപ്പം വൃന്ദാവനത്തിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് അവരെപ്പോഴും പ്രേമാനന്ദത്തിലിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ താളിപ്പഴങ്ങൾ കഴിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ കൃഷ്ണന്റെ പാസ്റ്റ് ടൈം കാണണം, പിന്നെ കൃഷ്ണൻ ഇത് കൊടുക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ട്. അവർക്ക് കൃഷ്ണൻ വഴി ഇതിനുള്ളിലേക്ക് പ്രവേശിക്കണം. കൃഷ്ണനാണ് നമുക്കറിയാം ധാരാളം അസുരന്മാരെ വധിച്ചതിന് മുമ്പ്. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല നമുക്കറിയാം. അപ്പോൾ കൃഷ്ണനെയും ബലരാമനെയും അതിനുള്ളിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് കൃഷ്ണൻ ചോദിച്ചു, ശരി അങ്ങനെ ഒരു നമുക്ക് കയറാം, പക്ഷേ ധാരാളം അസുരന്മാരെ ഞാനാണ് വധിച്ചേക്കണം. ഈ പ്രാവശ്യം ബലരാമൻ ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ യതിരോചത്തെ എന്ന് ഇവിടെ പറയുന്നുണ്ട്. യതിരോചത്തെ അങ്ങേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതല്ല ഇഫ് യു തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ, ഞങ്ങളുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ചെയ്യണമെന്നില്ല. അവർക്ക് അങ്ങേക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുകയാണെങ്കിൽ, കൃഷ്ണ പൂർണ്ണമായ ബോധ്യം വരികയാണെങ്കിൽ, ചെയ്യണം, കൊല്ലണം എന്ന് ബോധ്യമാണെങ്കിൽ അത് ചെയ്യണം. അല്ല ഞങ്ങളുടെ വാക്ക് കേട്ട് ചെയ്യണമെന്നില്ല.
അപ്പൊ അവിടെയും കൃഷ്ണന്റെ ഇച്ഛയാണ് കാണിക്കുന്നത്. ഡെവോട്ടീസ് എല്ലാം അങ്ങനെയാണ്. നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ശരി, അത് കൃഷ്ണൻ കൂടി താല്പര്യമാണ്. കൃഷ്ണൻ ഇച്ഛിക്കുകയാണെങ്കിൽ മാത്രമേ നടക്കേണ്ട ആവശ്യമുള്ളൂ, നടക്കാൻ പാടുള്ളൂ, ആ നടക്കുകയുള്ളൂ. ഭക്തന്മാര് അത് സ്വീകരിക്കാൻ തയ്യാറാണ്. ഇഫ് കൃഷ്ണ വിൽസ്, നമ്മൾ പറയും കൃഷ്ണ വിൽസ് എന്നാ പറയും അതെ. കൃഷ്ണനത് ഇഷ്ടമാണെങ്കിൽ കൃഷ്ണ പ്ലീസ് ഡു ഇറ്റ്. അപ്പൊ നമ്മൾക്ക് സന്തോഷം നൽകുന്നത്, ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടത്, പക്ഷേ ഞങ്ങളുടെ ആഗ്രഹം കൊണ്ട് മാത്രം അങ്ങനെ ചെയ്യണമെന്നില്ല, അങ്ങേക്കും കൂടി പൂർണ്ണ ബോധ്യമായി ഇഫ് യു സോ വിൽ ദെൻ പ്ലീസ് തലവനത്തിൽ കയറി ഇവരെ വധിച്ച് പാളിപ്പഴങ്ങളെല്ലാം ശേഖരിച്ച് മുഴുവൻ എടുത്ത് നമുക്ക് പോയി കഴിക്കാം, ആസ്വദിക്കാം, ആനന്ദിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ ബലരാമൻ എന്താ കഴിക്കണം? ഏവം സുഹൃത് ശ്രുത്വാ സുഹൃത് വചശ്രുത്വാ സുഹൃത് പ്രിയ ചികീർഷയാ പ്രഹസ്യ ജഗ്മധൂർഗോപേ വൃതു താലവനം പ്രഭോ. Having heard the words of their dear companions, Krishna and Balarama laughed and desiring to please them, set off for the Salavanam, surrounded by their cowherd boys, boyfriends. കൃഷ്ണൻ ചിരിക്കുകയാണ്. ഉള്ളിൽ ചിരിച്ചു. ആദ്യം ഉള്ളിൽ ആണ് ചിരിക്കുന്നത്. അത്ര വലിയ ആണോ ഈ കഴുതാമെന്ന്. പക്ഷെ പിന്നീട് മനസ്സിലായി ഇത് ഗോപന്മാരുടെ ഇംഗിതം എന്താ മനസ്സിലാക്കി. അതുപോലെ വേണ്ട സുഹൃത് പ്രിയ ചികീർഷയ, സുഹൃത് പ്രിയ ചികീർഷയ. സുഹൃത്തുക്കൾക്ക് ഡിസൈറിംഗ് ടു ഗിവ് പ്ലഷർ ടു ഫ്രണ്ട്സ്, അതിനാണ് താല്പര്യം. ഇപ്പൊ കൃഷ്ണനെ തോന്നുകയാണ് ഇതൊന്നും ശരിയല്ല, ഇവര് പറഞ്ഞാലൊന്നും ഇല്ല, ഈ കഴുത എന്താണ് ചാക്കാസ്, ഇത്ര വലിയ ശക്തിയുള്ളതാണ്. അതിനുവേണ്ടി നമ്മളവിടെ പോയിട്ട് അതിനെ വെല്ലുവിളിച്ച് അതിനായിട്ട് അടിച്ചു പിടിച്ച് അതിനെ ഇല്ലാതാക്കാൻ അതിൻ്റെ ആവശ്യമുണ്ടതൊക്കെ. പക്ഷേ കൃഷ്ണൻ അങ്ങനെയല്ല ചിന്തിക്കണം. ഗോപന്മാർക്ക് ഇത് താല്പര്യമുണ്ട്, ഗോപന്മാർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൃഷ്ണ സന്തോഷം ഉണ്ടാവും, അത് ചെയ്യണം. ഗോപന്മാരെന്താ ചെയ്യിക്കണം? ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, പക്ഷെ കൃഷ്ണ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇഫ് യു സോ വിൽ കൃഷ്ണ പ്ലീസ് കിൽ ധനുകാസുര. കൃഷ്ണൻ എന്താ ചെയ്യണം? എനിക്ക് ധനുകാസുരനെ വധിക്കാൻ താല്പര്യമൊന്നുമില്ല, ഇതിനാ ഞാൻ വധിക്കണം. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഗോപന്മാർക്ക് ഇത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അത് കണ്ട് ഞാൻ ധനുകാസുരനെ വധിക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഭക്തന്മാരും ഭഗവാൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത്രയും സുന്ദരമാണ്. കൃഷ്ണന് സേവ ചെയ്യിക്കാൻ ഭക്തന്മാർക്ക് ഇഷ്ടമില്ല. നമുക്ക് ഏതെങ്കിലും കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ പോലും കൃഷ്ണനെ കൊണ്ട് സേവ ചെയ്യിച്ചിട്ട് തങ്ങൾക്കത് വേണ്ട. അത് ചെയ്യുന്നത് കൃഷ്ണൻ ചോദിക്കാം, സ്വന്തമായിട്ട് താല്പര്യമില്ല, പക്ഷേ എൻ്റെ ഭക്തന് അത് താല്പര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. ദിസ് ഇസ് റിലേഷൻഷിപ്പ് കൃഷ്ണനും ഭക്തന്മാരും. എന്നിട്ട് അങ്ങനെ ആലോചിച്ച് കൃഷ്ണൻ ചിരിക്കുകയാണ്. അപ്പോൾ കപില മുനി ശ്രീമദ് ഭാഗത്ത് കൊടുത്ത കൊട്ടേഷൻ കൊണ്ടുണ്ട്. അസംഹരേ അവനാദിഖിലോക തീവ്രശോകേഷു സാഗര വിലോഷണം അതി ഉദാരം. ശ്രീഹരി ഈസ് വെരി വെരി മാഗ്നാനിമസ്. അതി ഉദാരം, സാധാരണ ഉദാരം മാഗ്നാനിമസ്, അതി ഉദാരം, അതീവ ദയാലുവാണ് കൃഷ്ണൻ. പ്രത്യേകിച്ച് ഭക്തന്മാരുടെ ശോകമകറ്റാൻ ഭക്തവത്സനായ കൃഷ്ണ മാത്രമേ കഴിയുള്ളൂ. ഇന്ദ്രിയങ്ങളെ ഗ്രഹിക്കുന്ന അക്ഷോഭം എന്നിട്ട് അർജുനൻ പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് അതിനെ ദേഹം മുഴുവൻ വരട്ട്, അതിനെ ശരീരം മുഴുവൻ ഉണക്കിക്കൊണ്ടിരിക്കുന്ന ഈ ദുസ്സഹമായിട്ടുള്ള വേദന എൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ ഉണക്കിക്കൊണ്ടിരിക്കുന്ന, വരട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ദുഃഖം,
എങ്ങനെ ഞാൻ ഇല്ലാതാക്കും എന്ന് അർജുനൻ ചോദിക്കുന്നു. അപ്പം അതേ ഭക്തന്മാരൊക്കെ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഭഗവാൻ അത് ഇടപെട്ടും ഭഗവാൻ അത് ഇല്ലാതാക്കും. കർമാണി നിർദഹതി കിന്തുച്ച ഭക്തി ബാജാം. കർമാണി നിർദഹതി കിന്തുച്ച ഭക്തി ബാജാം. കർമ്മങ്ങളെ മുഴുവൻ നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്ന നമ്മുടെ മുജ്ജന്മ അല്ലെ മുൻ കർമ്മങ്ങൾ മുഴുവൻ കത്തിച്ചാമ്പലാക്കാൻ കഴിവുള്ളതാണ് കൃഷ്ണൻ. ആ കൃഷ്ണന് തോന്നുന്നു കൃഷ്ണ അത് വേണം, കൃഷ്ണ അത് ചെയ്യും. അപ്പൊ ഭക്തന്മാരുടെ സന്തോഷം മാത്രമേ കൃഷ്ണൻ നോക്കുള്ളൂ. തന്നെ പ്രേമിക്കുന്ന, തന്നിൽ മാത്രം മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ആത്മാവും ഒക്കെ കൃഷ്ണൻ അർപ്പിച്ച് വേറെ യാതൊന്നും അറിയാത്ത, കൃഷ്ണനെ മാത്രം അറിയുന്ന, മറ്റുള്ള കാര്യങ്ങൾ അറിയാത്ത ഈ ഭക്തന്മാർക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നുകയാണെങ്കിൽ ഉടനടി കൃഷ്ണൻ അത് ചെയ്തിരിക്കും. അപ്പൊ കൃഷ്ണൻ ചിരിച്ച്, അപ്പൊ ചിരിക്കുന്ന ആ ദുഃഖം മുഴുവൻ അകറ്റാൻ കഴിവുള്ളതാണ് കൃഷ്ണന്റെ ആ ചിരി, കൃഷ്ണന്റെ മന്ദഹാസം. ഭഗവത്ഗീത ആരംഭിക്കുന്നത് നമുക്കറിയാം കൃഷ്ണൻ മന്ദഹസിച്ചുകൊണ്ടാണ്. 2-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകത്തില് കൃഷ്ണൻ പറയും ഇങ്ങനെ മന്ദഹസിച്ചാണ് പറഞ്ഞത്. ആ മന്ദഹാസം കണ്ടപ്പോൾ തന്നെ അർജുനന് പകുതി ശോകം പോയി കിട്ടി. അർജുനൻ ഉറപ്പായി ഇനി കൃഷ്ണൻ നോക്കിക്കോളും, ഇനി കൃഷ്ണന്റെ ദുഃഖങ്ങൾ അകറ്റിക്കോളും എന്നുള്ള പൂർണ്ണ വിശ്വാസം അർജുനുണ്ടായി. ഇതേ വിശ്വാസമാണ്, പരിപൂർണമായിട്ടുള്ള വിശ്വാസം. കൃഷ്ണനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്താണ് ദൃഢവിശ്വാസത്തിന് അതിനുള്ള ഇന്റർപ്രിട്ടേഷൻ, അതിനുള്ള വിവരണം എന്താണ് ദൃഢവിശ്വാസങ്ങൾ ഡെഫിനേഷൻ കൊടുക്കുന്നുണ്ട് ചൈതന്യചരിതാമൃതത്തിൽ. കൃഷ്ണനെ അർപ്പിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ടുള്ള ദൃഢവിശ്വാസം കൃഷ്ണനെ അർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും എന്നുള്ള ഉത്തമ വിശ്വാസമാണ് ഈ ദൃഢവിശ്വാസം. അത് കൃഷ്ണൻ മാത്രമേ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയില്ല. ശിവന് കഴിയില്ല, ബ്രഹ്മാവിന് കഴിയില്ല, ബാക്കി ദേവീദേവന്മാർക്കും കഴിയില്ല, കൃഷ്ണൻ മാത്രമേ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കൃഷ്ണൻ നമ്മളെ സഹായിക്കുന്ന ഉറപ്പാക്കുന്നതിൽ കൃഷ്ണൻ ഒന്ന് മന്ദസിച്ചു കഴിഞ്ഞാൽ ഭക്തന്മാരുടെ സകല സങ്കടങ്ങളും ഇല്ലാതെ പിന്നെ അവർക്ക് ദുഃഖമില്ല. കൃഷ്ണൻ മന്ദസിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ എന്താ വേണ്ട ദുഃഖം ബാക്കി എന്നുള്ള. His smile and laughter drive oceans of tears caused by intense suffering of this world. ഭൗതിക ലോകത്തിൽ ഇടപെട്ടുകൊണ്ട് ഉണ്ടാകുന്ന വലിയ സാഗരം, കണ്ണീരിൻ്റെ ബിന്ദുസാഗരം മറ്റൊരു ഒരു തടാകമുണ്ട്. അത് കൃഷ്ണന്റെ കണ്ണീരാണ്. ഇത് സംസാര സാഗരം പറഞ്ഞാൽ പല ആൾക്കാരും കണ്ണീരുണ്ട്, ഭക്തന്മാരുടെയും കണ്ണീരുണ്ടാക്കാം. പക്ഷെ ഭക്തന്മാരെ സംബന്ധിച്ചോളം ഈ സാഗരം എന്നുള്ളത് ഒരു നിമിഷം കൊണ്ട് അത് ഉണങ്ങി വരേണ്ട വ്യോപ്പറേറ്റഡ് ആവും കൃഷ്ണന്റെ ആ ചിരിയിൽ മാത്രം. അപ്പൊ കൃഷ്ണൻ ഇവരുടെ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട്, പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്, നമുക്ക് പോവാം, നമുക്ക് ഇപ്പം തന്നെ പുറപ്പെടാം, നമ്മൾ ഈ വെയിറ്റ് ചെയ്യുന്ന ആവശ്യമില്ല, ഇതിപ്പോൾ തന്നെ തളവനുസരിച്ച് നമുക്ക് പോവാം. അപ്പോൾ ഹാപ്പി ആയിട്ട് ഇവരെല്ലാം ആഘോഷിച്ചുകൊണ്ട്, പാട്ട് പാടിക്കൊണ്ട്, കൈയടിച്ചുകൊണ്ട്, ഇതെല്ലാം അടിച്ചുകൊണ്ട് അവര് തളവനത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അടുത്ത ശ്ലോകങ്ങളിൽ അതിനുശേഷം ഉണ്ടായിരുന്നത് നോക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. നാളെ മുതൽ ഞാൻ പറഞ്ഞു, ചില ആൾക്കാർ പെട്ടെന്ന് വിട്ടുപോയി. നമുക്ക് ബ്രഹ്മസംഹിത കഴിഞ്ഞു ഇത് ഇന്നത്തോടുകൂടി. നാളെ മുതൽ ശിശാഷ്ടമാണ്. ഓക്കെ, താങ്ക് യു. വാഞ്ചാ കൽപതരുഭ്യശ്ച